ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ടൈമറും സെറ്റ് ചെയ്ത് വെക്കാം. ടെമ്പറേച്ചർ ഉള്ളിൽ എത്രയാണ് നമുക്ക് ഈ ഐറ്റം ഉണങ്ങാൻ വേണ്ട ടെമ്പറേച്ചർ, വേറെ ടെമ്പറേച്ചർ ആണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അത് ഈ ഒരു സെറ്റ് അപ്പ് ഡൗൺ 3 ബട്ടൺ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ടെമ്പറേച്ചർ, മാക്സിമം ഉള്ളിൽ എത്ര ടെമ്പറേച്ചർ വരെയാണ് വേണ്ടത് ആ ടെമ്പറേച്ചർ ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ 65 ഡിഗ്രിയാണ് ഇത് സെറ്റ് ചെയ്തത്. മാക്സിമം സെറ്റ് ചെയ്തേക്കാത്ത ടെമ്പറേച്ചർ 65 ആണ്. നമുക്ക് ചില ഐറ്റങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത്ര ടെമ്പറേച്ചർ ആവശ്യമില്ലാത്ത ഐറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുപോലത്തെ ഐറ്റം ആണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് വെക്കാൻ പറ്റും. 60 അതുപോലെ 52 അങ്ങനെ ഏത് ടെമ്പറേച്ചർ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. മിനിമം റൂം ടെമ്പറേച്ചർ മാക്സിമം 65 ഡിഗ്രി ആണ് സെറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പം ആക്ച്വൽ ഉള്ളിലുള്ള ടെമ്പറേച്ചർ 38.9 ആണ്. അതിപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ 60 ആണ്. ഇനി 60 ഡിഗ്രി വരെ ഇത് മാക്സിമം കയറി വാങ്ങോട്ട് വരും. പിന്നെ നമ്മൾ വെച്ച് 60 ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താണ് പിന്നെ ഡ്രയർ വർക്ക് ചെയ്യുക. അടുത്തായിട്ട് വരുന്ന ടൈമറാണ്. ടൈമർ നമുക്ക് എത്ര ഹവറിൽ ഡ്രയർ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഉണക്കാൻ വെച്ച ഐറ്റം 5 മണിക്കൂർ ഉണങ്ങേണ്ട ഒരു ഐറ്റം ആണെങ്കിൽ ഈ ടൈമറിൽ 5 മണിക്കൂർ സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഹവറിലാണ് ഈ ഒരു മീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ 2.5 എന്ന് പറയുമ്പോൾ 2.5 എന്നാണ് 2.5 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. 5.0 എന്ന് വെച്ച് കഴിഞ്ഞാല് 5 മണിക്കൂർ. 5.0 5 മണിക്കൂറാണ് വർക്കിംഗ് വരിക. ഇപ്പം 5 മണിക്കൂർ കഴിയുമ്പോൾ ഡ്രയർ ഓട്ടോമാറ്റിക് ഓഫ് ആവും. അതായത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണും, അതായത് 4 3 2 1 പറഞ്ഞ് ഡൗൺ ആയിട്ട് വന്നിട്ട് 0 വന്നിട്ട് മെഷീന് ഇതുപോലെ ഓഫ് ആവും, ഫുള്ളായിട്ട് ഓഫ് ആവും. ഇനി നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇത് റീസ്റ്റാർട്ട് വന്നിട്ടുള്ള ഈ ഒരു അര മാർക്ക് നേരെയുള്ള ഡൗൺ ബട്ടൺ അമർത്തി